കൂട്ടുകാരെ, ഇന്നത്തെ എൻ്റെ ഷീജ പ്രദീപ്ത് എന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ചെമ്മീൻ കറി ഉണ്ടാക്കുന്നത് കാണിക്കാം. ഈ പച്ച ചെമ്മീൻ ഉണ്ടാക്കുന്നതിനായി നമുക്ക് ചെമ്മീൻ ഇരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഉപ്പിട്ട് കഴുകി വെച്ചത്. അതിൻ്റെ നടുക്കൊരു നാരുണ്ടാവും കറുത്ത്, അത് വലിച്ച് കളയണം. അങ്ങനെ ചെമ്മീൻ കൊഞ്ചെന്ന് ചില നാട്ടിൽ കൊഞ്ചെന്ന് പറയുന്നതിന്. ഇത് വൃത്തിയാക്കി കഴുകി ഉപ്പിട്ട് കഴുകി വെച്ചതാണ്. ഇതിങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി അരപ്പിനായി തേങ്ങ ചിരകിയത്, ഒരു മുറി തേങ്ങ ചിരകിയത്, കുറച്ച് ജീരകം ആവശ്യമുണ്ട്. പിന്നെ വറവിനായിട്ട് ഉള്ളി, സവാള, പച്ചമുളക്, കരിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി കുറച്ച് ചതച്ചത്, അധികം വേണ്ട. പിന്നെ തക്കാളി, പിന്നെ മഞ്ഞൾപ്പൊടി, ഉലുവ, ഉപ്പ്, മുളക് പൊടി 2 സ്പൂണ്, മല്ലിപ്പൊടി അല്പം, ഒരു സ്പൂൺ മതി. പിന്നെ വാളംപുളി പിഴിഞ്ഞത്. എനിക്ക് ഈ കൊടംപുളി ഇഷ്ടമല്ല, അതിൻ്റെ സ്വാദ് എനിക്ക് ഇഷ്ടമല്ല. എല്ലാവരും കൊടംപുളി വെക്കുന്നതാണ്. ഈ വാളംപുളി ഒരു നെല്ലിക്കയുടെ പകുതി എടുത്തത്, അത് പിഴിഞ്ഞ് വെച്ചത്. പിന്നെ ചെറിയതായി സവാള മുറിച്ച് ലാസ്റ്റ് വറുത്തിടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് തുടങ്ങാം. സ്റ്റൗവിലേക്ക് ഒരു മൺചട്ടി ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ട് ഉലുവ പൊട്ടുമ്പോൾ നമുക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടുന്നുണ്ട്, ചെറുതായി പൊട്ടുന്നുണ്ട്. കരിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് സവാളയും പച്ചമുളകും ഇതിലേക്ക് ഇടുക. ഒരു സവാള ഞാൻ എടുത്തത്, അധികം എടുത്തിട്ടില്ല. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് ലേശം ചതച്ചത്, ഇതും കൂടി ഇടുക. അത് ചെയ്ത് നമുക്ക് നന്നായി വഴറ്റാം. നന്നായി വഴറ്റി ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ വഴറ്റാം. ഇത് കുറച്ച് ലൈറ്റ് കളർ മാറിയിട്ടുണ്ട് സവാളയുടെ. ആ സമയത്ത് നമുക്ക് തക്കാളി ഇടാം. ഒരു തക്കാളി എടുത്ത് ആ തക്കാളി ഇടാം. തക്കാളി ഒന്ന് നന്നായി ഉടയുന്നവരെ വെയിറ്റ് ചെയ്യുക. തക്കാളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ ചെറുതാക്കി വെച്ച് പൊടികളിടാം. ആദ്യം മല്ലിപ്പൊടി 1 സ്പൂൺ, അത്രയേ വേണ്ടൂ മല്ലിപ്പൊടി. പിന്നീട് മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ. പിന്നെ മുളക് പൊടി ഒരു 2 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ നമുക്ക് പുളിവെള്ളം വാളംപുളി പിഴിഞ്ഞത്, ഞാൻ പറഞ്ഞു ഒരു നെല്ലിക്കയുടെ പകുതി, അത്രയേ വേണ്ടു ചെമ്മീന്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇതൊന്ന് മൂത്ത മണം വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഈ കൊടംപുളി അത്ര സ്വാദ് കിട്ടുന്നില്ല മീൻകറി വെച്ചാൽ. ഈ വാളംപുളി ഒഴിക്കാം. എന്നിട്ട് നമുക്ക് ഉപ്പിടാം. ഉപ്പിട്ട് ഈ പച്ച ചെമ്മീൻ ഇതിലേക്ക് ഇടാം. അല്പം വെള്ളവും ഒഴിച്ച് ഇതൊന്ന് തിളക്കുന്ന വരെ വെയിറ്റ് ചെയ്യുക. ആ സമയത്ത് നമുക്ക് തേങ്ങയും ജീരകവും അരച്ചിട്ട് വരാം. വീഡിയോ പെട്ടെന്ന് കട്ടായിപ്പോയി, അതുകൊണ്ട് അരപ്പൊഴിക്കുന്നത് കാണിക്കാൻ പറ്റിയിട്ടില്ല. തേങ്ങയും ജീരകവും അരച്ചത്, മഷി പോലെ അരച്ചത് ഇതിലൊഴിച്ചിട്ട് ഞാനൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതങ്ങ് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് തീർന്ന് മാറ്റി വെക്കാം. മാറ്റി വെച്ച് പിന്നെ ഒരു വാരുള്ളി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കാം. വാരുള്ളി ചൂടായിട്ടുണ്ട്, കുറച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായി. അപ്പോൾ എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ചെറുതായി അരിഞ്ഞത് ഒന്ന് ചുവന്ന് ബ്രൗൺ കളറാകുമ്പോൾ കാച്ചി ഒഴിക്കുക. അതിലേക്ക് ഒന്ന് ബ്രൗൺ കളറാവണം. നമ്മുടെ ചെറുതായി മുറിച്ച സവാള എണ്ണയിൽ കിടന്ന് നന്നായി ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കറിയിലേക്ക് ഒഴിക്കാം. എല്ലാം ഒന്ന് യോജിപ്പിക്കാം. ഇനി നമുക്ക് ഒരു സെർവിലേക്ക് ഒഴിക്കാം. നമ്മളെ സ്വാദിഷ്ടമായ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതിൽ ചാറ് അധികം വേണമെങ്കിൽ ഒഴിക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ.